യെസ് മെൻ്റർമെൻറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ റിനൈസൻസിനെ കുറിച്ചായിരുന്നു ചർച്ച ചെയ്തത് അല്ലേ. ഹ്യൂമാനിസം എന്ന ഒരു ചാപ്റ്ററിലെ റിനൈസൻസ് പാർട്ടിനെ കുറിച്ചായിരുന്നു നമ്മൾ ചർച്ച ചെയ്തത്. കുറേ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. എന്നാൽ ഈ ക്ലാസ്സിൽ നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് റിഫോർമേഷനെ കുറിച്ചാണ്. റിനൈസൻസ് പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു പാർട്ടാണ് ഈ റിഫോർമേഷൻ എന്ന് പറയുന്നത്. റിഫോർമേഷനും കൗണ്ടർ റിഫോർമേഷനും കൂടിയാണ് നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം കേട്ടോ. നിങ്ങളുടെ ഫ്രണ്ട്സ് ഈ 10th എക്സാം എഴുതുന്നവരുണ്ടെങ്കിൽ അവർക്കും കൂടി ഈ വീഡിയോ അയച്ചു കൊടുക്കണേ. ചെയ്യാൻ പോകുന്നത് ഈ ഒരു പാർട്ടിൽ നിന്ന് വരാൻ സാധ്യതയുള്ള മെയിനായിട്ടുള്ള 1 വേർഡ് ക്വസ്റ്റ്യൻസും അല്ലാതെ 2-3 വേർഡ്സിൻ്റെ ക്വസ്റ്റ്യൻസും എല്ലാമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: ഹൂ റോട്ട് 95 തീസിസ്? ഈ 95 തീസിസ് എഴുതിയത് ആരാണ്? മാർട്ടിൻ ലൂതർ കിങ് ആണ് അല്ലേ. 1517 ഒക്ടോബർ 31 അദ്ദേഹം വിറ്റൻബർഗ് പള്ളിയുടെ വാതിലിൽ ഈ 95 തീസിസ് എഴുതി പതിപ്പിച്ചു. അപ്പോൾ 95 തീസിസ് പിന്നീട് പ്രൊട്ടസ്റ്റന്റ് മത നവീകരണ പ്രസ്ഥാനത്തിന് നിതാന്തമായിട്ടുള്ള ഒരു അടിത്തറയായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ? ഇൻ വിച്ച് ഇയർ വാസ് ദ 95 തീസിസ് പബ്ലിഷ്ഡ്? ഇതാ മതി. ഇയർ 15 കഴിഞ്ഞിട്ട് അടുത്ത ഓഡ് നമ്പർ ഏതാണ്? 17. 15, 17 ആ 2 ഓഡ് നമ്പർ വെച്ചിട്ട് ഓർത്തിരുന്നാൽ മതി. ഈ 95 തീസിസ് വിൽക്കപ്പെടുവാനുണ്ടായ കാരണം എന്താണ്? ഇൻ്റലിജൻസസിൻ്റെ ഒരു വിൽപ്പന, അതായത് പാപമോചന പത്രം വിൽക്കപ്പെടുക. അപ്പം ആ ഒരു പത്രം സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ ആ പാപമോചന പത്രം വില കൊടുത്ത് മേടിക്കുന്നവരുടെ പാപം ക്ഷമിക്കപ്പെടും ഉള്ളൊരു വിശ്വാസം പ്രചരിപ്പിക്കുകയാണ്. പണം കൊടുത്താൽ പാപം ക്ഷമിക്കപ്പെടും എന്നുള്ള ഒരു ആശയത്തിൻ്റെ പ്രചരണം, അതുപോലെ തന്നെ പർഗേറ്ററി ശുദ്ധീകരണ സ്ഥലത്തിൽ നിന്നും മോചനം ലഭിക്കും എന്നുള്ള ഒരു വിശ്വാസത്തിൻ്റെ പ്രചാരണം, ഇതൊക്കെ മാർട്ടിൻ ലൂതർ കിങ് ശക്തമായി എതിർക്കുകയാണ്. അദ്ദേഹം ബൈബിളിലെ ആശയങ്ങൾ അതുപോലെ തന്നെ ഉയർത്തിക്കൊണ്ട് വന്ന ബൈബിൾ ഇതല്ല പറയുന്നത് എന്ന് സ്ഥാപിക്കുവാനാണ് അദ്ദേഹം ശ്രമിച്ചത്. 95 TCC പറഞ്ഞിരിക്കുന്ന ആശയങ്ങൾ മെയിനായിട്ട് നമുക്ക് 5 പ്രധാന പോയിന്റുകളായിട്ട് നമുക്ക് ക്രോഡീകരിക്കാം. ഓർത്തിരിക്കാൻ പറ്റിയൊരു ട്രിക്കുണ്ട്. BFICF എന്ന് ഓർത്തിരിക്കുക. അതായത് പ്രധാനമായിട്ട് ഈ 95 TCC പറഞ്ഞിരിക്കുന്ന ഈ പ്രധാനപ്പെട്ട ഈ 5 കാര്യങ്ങളാണ്. ഒന്നാമത് ബൈബിൾ അതോറിറ്റി. B എന്ന് പറയുന്ന ബൈബിൾ അതോറിറ്റി. പാപമോചനം സാധ്യമാകുന്ന ദൈവത്തിൽ നിന്ന് മാത്രമാണ്. പണം കൊടുത്താൽ പാപമോചനം ലഭിക്കില്ല ബൈബിളിനാണ് പരമാധികാരം എന്നുള്ള ഒരാശയം അദ്ദേഹം പ്രചരിപ്പിച്ചു. അതായത് പോപ്പിനേക്കാൾ പരമാധികാരം ബൈബിളിനാണ്, ദൈവത്തിനാണ് എന്നുള്ളൊരാശയം അദ്ദേഹം പ്രചരിപ്പിക്കുകയാണ്. അടുത്ത കാര്യം നമ്മൾ ഓർത്തിരിക്കേണ്ടത് ഫെയ്ത്ത് ഫോർ സാൽവേഷൻ ആണ്. അപ്പോൾ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന, നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ, ബൈബിളിനാണ് പരമാധികാരം. അപ്പോൾ ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് രക്ഷയ്ക്ക് വേണ്ടിയിട്ട് പാപമോചനപത്രം മേടിച്ചിട്ട് കാര്യമില്ല, രക്ഷയ്ക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യാണ്? വിശ്വസിക്കുകയാണ് പ്രധാനം എന്നുള്ള ആശയം അദ്ദേഹം പ്രചരിപ്പിച്ചു. പണമല്ല, വിശ്വാസമാണ് ദൈവത്തിൻ്റെ മുന്നിൽ പ്രധാനപ്പെട്ടതെന്ന് അദ്ദേഹം പഠിപ്പിച്ചു. F. ഇനി I എന്ന് പറയുന്നത് ഇൻ്റലിജൻസ് ഒപ്പോസ്. അപ്പോൾ ഈ പാപമോചന പത്രത്തിൻ്റെ അദ്ദേഹം ശക്തമായി എതിർക്കുകയാണ്. പാപമോചന പത്രമല്ല പാപം മോചിക്കപ്പെടുവാൻ പ്പെട്ട കാര്യമെന്ന് അദ്ദേഹം ജനങ്ങളെ പഠിപ്പിക്കുകയാണ്. മാത്രമല്ല ഈ ഒരു പാപമോചന പത്രം എന്ന് പറയുന്നത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു കാര്യമാണ് എന്ന് അദ്ദേഹം ജനങ്ങളെ ബോധ്യപ്പെടുത്തുവാൻ ശ്രമിക്കുകയാണ്. അതുപോലെ തന്നെ C എന്ന് പറയുന്നത് ചർച്ച് കറപ്ഷൻ. ചർച്ചിൻ്റെ കറപ്ഷനിലേക്ക്, അഴിമതിയിലേക്ക് ഈ ഒരു പാപമോചന പത്രത്തിൻ്റെയൊക്കെ വിൽപ്പന എത്തിക്കുകയാണ്. അപ്പോൾ സമ്പത്തും ഒക്കെ കുമിഞ്ഞുകൂടുകയും ദൂർത്തടിച്ചൊരു ജീവിതം അവിടെ ആരംഭിക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ ഇതിനെയൊക്കെ എന്ത് ചെയ്യുകയാണ്? മാർട്ടിൻ ലൂതർ കിങ് ശക്തമായി എതിർക്കുകയാണ്. എന്ന് പറയുന്നത് ഫോർഗീവ്നെസ് ബൈ ഗോഡ് ഒൺലി. അപ്പോൾ ഇദ്ദേഹം പഠിപ്പിക്കുകയാണ് പാപമോചന പത്രത്തിലൂടെയൊന്നും പാപം മോചിക്കപ്പെടുകയില്ല, ദൈവത്തിന് മാത്രമേ പാപം മോചിക്കുവാൻ അവകാശമുള്ളൂ, അധികാരമുള്ളൂ എന്നുള്ള കാര്യം ജനങ്ങളെ ബോധ്യപ്പെടുത്തുകയാണ്. ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഹൂ വാസ് ദ ഫോമസ് ഹ്യൂമാനിസ്റ്റ് സ്കോളർ ഹൂ ക്രിട്ടിസൈസ് ദ ചർച്ച് ത്രൂ സാറ്റയർ? നിലനിന്നിരുന്ന ഈ അനാചാരങ്ങളെ കളിയാക്കിക്കൊണ്ട് ക്രിട്ടിസൈസ് ചെയ്ത് വിമർശിച്ച ഒരു ഹ്യൂമാനിസ്റ്റ് സ്കോളർ ആരാണ്? ഇറാസ്മസ് ആണ്. ഓർത്തിരുന്നോണേ, ഇറാസ്മസ്. ഇനി നിങ്ങൾ ഓർത്തിരിക്കേണ്ട കാര്യം, റിഫോർമേഷൻ സ്റ്റാർട്ടഡ് ഇൻ വിച്ച് കൺട്രി? ഏത് കൺട്രിയിലാണ് റിഫോർമേഷൻ സ്റ്റാർട്ട് ചെയ്തത്? ഉത്തരം എവിടെയാണ്? ജർമ്മനിയാണ് അല്ലേ. അതുപോലെ തന്നെ റിനൈസൻസ് സ്റ്റാർട്ട് ചെയ്തത് എവിടെയാണ്? ഇറ്റലിയിൽ. നിങ്ങൾ മാറിപ്പോകട്ടെ, റിനൈസൻസ് ഇറ്റലിയിലും റിഫോർമേഷൻ എവിടെയാണ്? ജർമ്മനിയിലുമാണ്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ: ദ റിഫോർമേഷൻ മൂവ്മെൻറ്റ് ഇൻ സ്വിറ്റ്സർലൻഡ് വാസ് ലെഡ് ബൈ? സ്വിറ്റ്സർലൻഡിലെ റിഫോർമേഷൻ മൂവ്മെൻറ്റ് ആരാണ് നയിച്ചത്? അവിടുത്തെ ലീഡർ ആരായിരുന്നു? കാൽവിനും ഹൾറിച്ച് സിംഗ്ലിയുമായിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ഹൂ ലെഡ് റിഫോർമേഷൻ ഇൻ ഇംഗ്ലണ്ട്? ഇംഗ്ലണ്ടിൽ റിഫോർമേഷൻ തുടങ്ങിയ ആളാരായിരുന്നു? നമുക്കറിയാമല്ലേ, ഇംഗ്ലണ്ടിലെ അന്നത്തെ രാജാവായ കിങ് ഹെൻറി 8 ആയിരുന്നു. ഹെൻറി 8 രാജാവായിരുന്നു ഇംഗ്ലണ്ടിൽ റിഫോർമേഷൻ തുടങ്ങിയത്. ഇനി നമുക്ക്
നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിനിലേക്ക് പോയാലോ. ദ റിഫോം മൂവ്മെൻറ്റ് വിതിൻ ദ കാത്തലിക് ചർച്ച് ഈസ് നോൺ ആസ്, കത്തോലിക്ക സഭയ്ക്കകത്ത് തുടങ്ങിയ ഈ നവീകരണ പ്രസ്ഥാനത്തെ എന്തെന്നാണ് അറിയപ്പെട്ടിരുന്നത്? കൗണ്ടർ റിഫർമേഷൻ, അല്ലേ? പ്രതി നവീകരണം എന്നാണ് അറിയപ്പെട്ടിരുന്നത്. കത്തോലിക്ക സഭയ്ക്കെതിരായിട്ട് റിഫർമേഷൻ മൂവ്മെൻറ്റ് നടന്നപ്പോൾ എന്ത് ചെയ്യുകയാണ്? സഭയുടെ നിലനിൽപ്പിനെ തന്നെ അത് വെല്ലുവിളിയാകുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സഭയെ നിലനിർത്തുകയും സഭയെ ഒന്ന് ശുദ്ധീകരിക്കുകയും ചെയ്തുകൊണ്ട് വീണ്ടും ആ സഭയെ പുനരുജ്ജീവിപ്പിച്ചെടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി സ്റ്റാർട്ട് ചെയ്തതാണ് എന്ത്? കൗണ്ടർ റിഫർമേഷൻ. Question: The council held in northern Italy for church reform was the dash. എന്താണ് നോർത്തേൺ ഇറ്റലിയിൽ സഭയെ നവീകരിക്കുവാൻ വേണ്ടി നടന്ന കൗൺസിൽ അറിയപ്പെടുന്നത്? അപ്പോൾ ആ നവീകരണത്തിന് വേണ്ടിയിട്ട് നോർത്തേൺ ഇറ്റലിയിൽ നടന്ന കൗൺസിലിൻ്റെ പേരെന്തായിരുന്നു? കൗൺസിൽ ഓഫ് ട്രെൻറ്റ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റിലേക്ക് നമുക്ക് പോകാം. Who founded the Society of Jesus? It is very important question. ആരാണ്? ഇഗ്നേഷ്യസ് ലയോള. ഈ നവീകരണ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് സൊസൈറ്റി ഓഫ് ജീസസ് എന്ന സംഘടന സ്ഥാപിച്ചത് ആരായിരുന്നു? ഇഗ്നേഷ്യസ് ലയോളയാണ്. തിരിച്ചും ചോദിക്കാം കേട്ടോ. ഇഗ്നേഷ്യസ് ലയോള സ്ഥാപിച്ച സംഘടനയുടെ പേരെന്തായിരുന്നു? സൊസൈറ്റി ഓഫ് ജീസസ്. അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന മറ്റൊരു ക്വസ്റ്റ്യനാണ് ദ സൊസൈറ്റി ഓഫ് ജീസസ് ഈസ് ഓൾസോ നോൺ ആസ്, സൊസൈറ്റി ഓഫ് ജീസസ് അറിയപ്പെടുന്ന മറ്റൊരു പേരെന്താണ്? ജെസ്യൂട്ട്സ്. അതായത് ഇതിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളെ അറിയപ്പെട്ടിരുന്ന ജെസ്യൂട്ടുകൾ എന്നാണ്. ശക്തമായ മിഷണറി വർക്കുകളിലൂടെയും സ്കൂളുകളൊക്കെ സ്ഥാപിച്ചുകൊണ്ടും സഭയുടെ അധികാരം സമൂഹത്തിൽ നിലനിർത്താൻ ശ്രമിച്ച ക്രിസ്ത്യൻ സന്യാസിനി സമൂഹമാണ് ഈ ജെസ്യൂട്ടുകൾ എന്ന് പറയുന്നത്. ഈ ജെസ്യൂട്ടുകൾ എന്ത് ചെയ്തിരുന്നു? സഭയിൽ നിലനിന്നിരുന്ന അനാചാരങ്ങളൊക്കെ ഇല്ലായ്മ ചെയ്യുവാൻ അവർ വളരെ അശ്രാന്ത പരിശ്രമം നടത്തിയിരുന്നു. അതുപോലെ തന്നെ കൗണ്ടർ റിഫർമേഷനെ മറ്റൊരു പേരിലും അറിയപ്പെടുന്നു, കാത്തലിക് റിഫർമേഷൻ എന്നും അറിയപ്പെടുന്നുണ്ട്. ക്വസ്റ്റ്യൻ: ദ ലിസ്റ്റ് ഓഫ് ബാൻഡ് ബുക്ക് പ്രിപ്പയർഡ് ബൈ ദ ചർച്ച് വാസ് കോൾഡ്. അതായത് സഭ പ്രസിദ്ധീകരിച്ച നിരോധിക്കപ്പെട്ട പുസ്തകങ്ങളുടെ ഒരു ലിസ്റ്റിനെ പറയുന്ന പേരാണ് എന്ത്? ഉത്തരം ദ ഇൻഡെക്സ്. അപ്പോൾ റിഫർമേഷൻ്റെ ഫലമായിട്ട് മാർട്ടിൻ ലൂതർ കിങ്ങിൻ്റെ പുസ്തകങ്ങളും ആശയങ്ങളും വളരെ വേഗത്തിൽ യൂറോപ്പിലാകമാനം പ്രചരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സഭയുടെ നിലനിൽപ്പിന് തന്നെ ഇത് വലിയ വെല്ലുവിളിയാകുകയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള പുസ്തകങ്ങളുടെ ആ പ്രചാരം തടയുവാനും ആശയങ്ങളുടെ പ്രചാരം തടയുവാനും സഭ തന്നെ എന്ത് ചെയ്യുകയാണ്? ദ ഇൻഡെക്സ് എന്ന പേരിൽ ഒരു പുസ്തകങ്ങളുടെ ലിസ്റ്റ് അവിടെ പ്രസിദ്ധീകരിക്കുകയാണ്. ഇത് നിരോധിക്കപ്പെട്ട പുസ്തകങ്ങളുടെ ലിസ്റ്റാണ്. അതായത് സഭയെ വിമർശിക്കുന്ന, സഭയെ ചോദ്യം ചെയ്യുന്ന പുസ്തകങ്ങളെയൊക്കെ എന്ത് ചെയ്യുകയാണ്? ഒരു ലിസ്റ്റ് രൂപത്തിൽ പ്രചരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. പുസ്തകങ്ങളെല്ലാം എന്താണ്? റിഫർമേഷനെ അല്ലെങ്കിൽ മാർട്ടിൻ ലൂതർ കിങ്ങിൻ്റെ ആശയങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന പുസ്തകങ്ങളാണ്. ഇനി മറ്റൊരു ക്വസ്റ്റിലേക്ക് പോകാം. ദ ഇന്റലക്ച്വൽ മൂവ്മെൻറ്റ് ദാറ്റ് ഫോക്കസ്ഡ് ഓൺ ഹ്യൂമൻസ് വാല്യൂ വാസ് കോൾഡ്. എന്താണ്? മായ മൂല്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തി അല്ലെങ്കിൽ അതിനെ കേന്ദ്രീകരിച്ചുള്ള ഇൻ്റലക്ച്വലായിട്ടുള്ള ബൗദ്ധികമായിട്ടുള്ള മൂവ്മെൻറ്റിനെ പറയുന്ന പേരെന്താണ്? നമ്മൾ ഓൾറെഡി പഠിച്ചാണ് കഴിഞ്ഞ വീഡിയോയിൽ, അല്ലേ? ഹ്യൂമാനിസം. ഈ റിഫർമേഷനും കൗണ്ടർ റിഫർമേഷനും എല്ലാം ഈ ഹ്യൂമാനിസത്തിൻ്റെ ആഫ്റ്റർ എഫക്റ്റായിട്ട് വരുന്ന കാര്യമാണ്. ഹ്യൂമാനിസത്തിൻ്റെ വിത്തുകളാണത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: റെനൈസൻസ് സയൻസ് റിജക്റ്റഡ് ദ ഡാഷ് തിയറി. അപ്പം ശാസ്ത്രം തള്ളിക്കളഞ്ഞ ഒരു തിയറി ഏതാണ്? ജിയോസെൻട്രിക്കിന് പകരം ഏത് തിയറിയാണ് അവിടെ വന്നത്? ഹീലിയോസെൻട്രിക്. കേട്ടോ, നിങ്ങൾ ഓർത്തോണേ. ജിയോസെൻട്രിക് എന്ന് പറഞ്ഞാൽ ഭൂമിയാണ് ത്തിൻ്റെ കേന്ദ്രം എന്ന് സ്ഥാപിക്കുന്ന ഒരു തിയറിയാണ് ജിയോസെൻട്രിക് എന്ന് പറയുന്നത്. എല്ലാ ഗ്രഹങ്ങളും ഭൂമിയെയാണ് ചുറ്റിക്കൊണ്ടിരിക്കുന്നതെന്നായിരുന്നു ജിയോസെൻട്രിക് തിയറി പറയുന്ന ഒരാശയം. ഹീലിയോസെൻട്രിക് തിയറിയുടെ പ്രധാനപ്പെട്ട ആശയം എന്താണ്? സൂര്യനാണ് പ്രപഞ്ചത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രബിന്ദു. എല്ലാ ഗ്രഹങ്ങളും സൂര്യനെ ഭ്രമണം ചെയ്യുന്നു എന്നുള്ള ഒരാശയമാണ് ഈ ഒരു ഹീലിയോസെൻട്രിക് തിയറിയുടെ ആധാരം. ഹീലിയോസെൻട്രിക്കിനെ സൺ സെൻറ്റേഡ് തിയറി എന്നും പറയും. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെ ചോദിക്കുകയാണ്: ഹൂ പ്രൊപ്പോസ് ദ സൺ സെൻറ്റേഡ് തിയറി? സൂര്യനെ കേന്ദ്രീകരിച്ചിട്ടുള്ള തിയറി അവതരിപ്പിച്ച ആൾ ആരായിരുന്നു? നിക്കോളാസ് കോപ്പർനിക്കസ്. അപ്പോൾ അത് മറക്കരുതേ, നിക്കോളാസ് കോപ്പർനിക്കസ്. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് കുറേ ഇങ്ങനെ വൺ വേർഡായിട്ടും മാത്സ് ഫോളോവിങ് ആയിട്ടും ഒക്കെ വരും. അപ്പോൾ അതുകൊണ്ട് കുഞ്ഞു കാര്യങ്ങൾ പോലും നിങ്ങൾ നോട്ട് ചെയ്ത് തന്നെ പോകണം കേട്ടോ. ഇതിൻ്റെ അകത്ത് പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ചിന്തിക്കാം: കോസസ് ആൻഡ് റിസൾട്ട് ഓഫ് റിഫർമേഷൻ. അപ്പോൾ റിഫർമേഷൻ്റെ കോസസ്, കാരണങ്ങളും അതിൻ്റെ റിസൾട്ടും എന്താണ്, ഫലങ്ങൾ എന്താണ്? വളരെ ഷോർട്ടാക്കിയിട്ടാണ് പറഞ്ഞു തരുന്നത് കേട്ടോ. ചെറിയ മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ നിങ്ങൾ മെയിൻ പോയിൻറ്റ്സ് മാത്രം എഴുതിയാൽ മതി. എന്നാൽ ഒരു ഇത്തിരി വലിയ മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് എസ് ടൈപ്പ്, ഷോർട്ട് എസ് ടൈപ്പ് ഒക്കെ ആണെങ്കിൽ നിങ്ങളത് ഒന്ന് വിശദീകരിച്ച് വേണം എഴുതാൻ. ഓൾറെഡി ഈ പോയിൻറ്റ്സ് ഒക്കെ ഒന്ന് ജസ്റ്റ് പറഞ്ഞു പോയതാണ്. കറപ്ഷൻ ഇൻ ദ കാത്തലിക് ചർച്ച്, സെയിൽ ഓഫ് ഇൻ്റലിജൻസസ്, പാപമോചന പത്രത്തിൻ്റെ വിൽപ്പനയെക്കുറിച്ചും അതിലൂടെ സഭയിലേക്ക് സ്വത്തുക്കളൊക്കെയും അല്ലെങ്കിൽ വലിയ സമ്പത്ത് കുമിഞ്ഞുകൂടുകയും വളരെ ദൂർത്തന്മാരായി തീരുകയും ചെയ്യുന്ന അവസ്ഥ നമ്മൾ പറഞ്ഞതാണ്, അല്ലേ?
റിഫർമേഷൻ ഒരു കാരണമാണ്. ഇനി റിനൈസൻസ് ഹ്യൂമാനിസം. അപ്പോൾ റിനൈസൻസ് ഹ്യൂമാനിസം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചിന്തിച്ചപ്പോൾ ക്രിട്ടിക്കൽ തിങ്കിങ്ങിനെ എൻകറേജ് ചെയ്യുന്നതായിട്ട് നമ്മൾ കണ്ടു അല്ലേ. അപ്പോൾ എന്ത് ചെയ്യുകയാണ്, എല്ലാത്തിനെയും ക്വസ്റ്റ്യൻ ചെയ്യുന്ന ഒരു അവസ്ഥ. അതായത് എന്ത് കാര്യങ്ങളാണെങ്കിലും അപ്പാടെ വിശ്വസിക്കാതെ അതെന്തുകൊണ്ടാണ് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്ന ഒരു രീതി എന്ത് ചെയ്യുകയാണ്, നിലവിൽ വരികയാണ്. അപ്പോൾ എന്ത് ചെയ്യുകയാണ്, ഈ ഒരു സഭയുടെ പല കാര്യങ്ങളെയും ഇവിടെ ക്വസ്റ്റ്യൻ ചെയ്യപ്പെടുകയാണ്. ആളുകൾ തിരിച്ചു ചോദിക്കാൻ തുടങ്ങി, ബൈബിളിൽ അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ, പിന്നെ എന്തുകൊണ്ട് നിങ്ങളിത് എന്തിൻ്റെ ബേസിലാണ് നിങ്ങളിത് ചെയ്യുന്നതെന്നുള്ള ആ ഒരു രീതിയിൽ വിമർശനാത്മകമായിട്ടുള്ള രീതിയിൽ എന്ത് ചെയ്യുകയാണ്, സഭയുടെ നടപടികളെ അപ്രോച്ച് ചെയ്യുന്ന ഒരു രീതിയിലേക്ക് എത്തപ്പെടുകയാണ്. അടുത്തത് നമുക്ക് കാണാൻ പറ്റുന്നത് ഇൻവെൻഷൻ ഓഫ് പ്രിൻറ്റിംഗ് പ്രസ്. അപ്പോൾ ഈ പ്രിൻറ്റിംഗ് പ്രസ്സിൻ്റെ കണ്ടുപിടുത്തത്തോടുകൂടെ ഒത്തിരി ന്യൂ ഐഡിയാസ് ഒക്കെ എന്ത് ചെയ്യാണ്, ജനങ്ങളുടെ ഇടയിൽ പ്രചരിക്കുകയാണ്. സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് പോലും എന്ത് ചെയ്യുകയാണ്, ആശയങ്ങൾ വായിക്കുവാനും അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊള്ളുവാനും ഒക്കെ ഉള്ളൊരു അവസരം ഒരുക്കപ്പെടുകയാണ്. ഇത്തരത്തിലുള്ള പ്രചാരത്തിലൂടെ, പുസ്തകങ്ങളുടെ പ്രചാരത്തിലൂടെ മാർട്ടിൻ ലൂതർ കിങ്ങിൻ്റെ ഐഡിയാസ് ഒക്കെ എന്ത് ചെയ്യുകയാണ്, വളരെ വേഗത്തിൽ ജനങ്ങളുടെ ഇടയിൽ പ്രചരിക്കപ്പെടുകയാണ്. അതുപോലെ തന്നെ ഹെവി ടാക്സസ് ഇമ്പോസ്ഡ് ബൈ ദ ചർച്ച് മറ്റ് സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്ന വളരെ ഹെവി ആയിട്ടുള്ള ടാക്സസ്, നികുതികൾ, അതൊക്കെ എന്ത് ചെയ്യുകയാണ്, പിന്നീട് ജനങ്ങളിലൊരു അസംതൃപ്തി ഉണ്ടാക്കുവാൻ, സഭയോട് തന്നെ ഒരു അസംതൃപ്തി ഉണ്ടാക്കുവാൻ കാരണമാവുകയാണ്. അതുപോലെ തന്നെ പല സെക്കുലർ റൂളേഴ്സും എഴുന്നേറ്റ് വരികയാണ്. അവരെന്ത് ചെയ്യാണ്, ക്ലർജികളുടെ, അതായത് ഈ പുരോഹിതന്മാരുടെ അവകാശത്തെയും ചർച്ച് കോർട്ടിനെയും ഒക്കെ ശക്തമായിട്ട് എതിർക്കുകയും എന്ത് ചെയ്യുകയാണ്, ചർച്ചിൽ കുമിഞ്ഞുകൂടുന്ന ഈ സ്വത്തുക്കളൊക്കെ കൈയടക്കാൻ ആഗ്രഹിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു അവസ്ഥ അവിടെ നിലവിൽ വരികയാണ്. കാരണം ഈ പാപമോചന പത്രത്തിൻ്റെയൊക്കെ വിതരണം എന്ത് ചെയ്യുകയാണ്, സഭയെ വളരെ സ്വത്തിൻ്റെ ഉടമകളാക്കുകയാണ്. അങ്ങനെ സഭാ നേതൃത്വം അഴിമതിയിലേക്കും ആഡംബര ജീവിതത്തിലേക്കുമൊക്കെ ആകർഷിക്കപ്പെടുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരവസ്ഥയിൽ പല രാജാക്കന്മാരും എന്ത് ചെയ്യുകയാണ്, ഇത്തരത്തിലുള്ള സഭാധൂർത്ത്, ക്ലർജികളുടെ അധികാരങ്ങളെ ഇഷ്ടപ്പെടാത്തവരും അതുപോലെ ചർച്ച് കോർട്ടിനെയൊക്കെ എതിർക്കുന്നവരുമായിട്ടുള്ള ആളുകൾ ഉണ്ടായി വരികയും അവർ ഈ സഭയുടെ സ്വത്തിന്മേൽ ദൃഷ്ടി വയ്ക്കുകയും അവരെ എങ്ങനെയെങ്കിലും അത് കൈവശപ്പെടുത്തുവാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്യുന്ന രീതി എന്ത് ചെയ്യുകയാണ്, അവിടെ കടന്നു വരികയാണ്. അപ്പോൾ ഇത്രയും നേരം നമ്മൾ ആ കാരണങ്ങളെക്കുറിച്ചാണ് പറഞ്ഞത്. ഇനി റിസൾട്ട് എന്താണ്? അപ്പോൾ ഈ ഒരു റിഫർമേഷൻ മുഖാന്തരം ഉണ്ടായ ഒരു മാറ്റം എന്താണ്? ഒന്നാമത്തെ റിസൾട്ട് എന്ന് പറയുന്നത് ഡിവിഷൻ ഓഫ് ക്രിസ്ത്യാനിറ്റി ഇൻ കാത്തലിക് ആൻഡ് പ്രൊട്ടസ്റ്റൻ്റ്. അതായത് ക്രിസ്ത്യാനിറ്റി കാത്തലിക്കും പ്രൊട്ടസ്റ്റൻറ്റുമായിട്ട് രണ്ടായിട്ട് വിഭജിക്കപ്പെടുകയാണ്. രണ്ടാമത്തെ ഒരു ഫലം എന്ന് പറയുന്നത് റൈസ് ഓഫ് പ്രൊട്ടസ്റ്റന്റ് ചർച്ചസ്. അപ്പോൾ ഒത്തിരി പ്രൊട്ടസ്റ്റന്റ് ചർച്ചസ് ഉണ്ടായി വരികയാണ്, ഉദയം ചെയ്യുകയാണ്. അതുപോലെ തന്നെ മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ റിലീജിയസ് വാർസ് ഇൻ യൂറോപ്പിൽ പല മതപരമായിട്ടുള്ള യുദ്ധങ്ങളുടെ ഒരു ആരംഭം അവിടെ നടക്കപ്പെടുകയാണ്. അടുത്ത റിസൾട്ട് എന്ന് പറയുന്നത് ഡിക്രീസ് ഇൻ പോപ്സസ് പൊളിറ്റിക്കൽ പവർ. അപ്പോൾ ഇവിടെ വലിയൊരു മാറ്റം യൂറോപ്പിൽ സംഭവിക്കുകയാണ്. പോപ്പിൻ്റെ രാഷ്ട്രീയപരമായിട്ടുള്ളൊരു അധികാരമുണ്ടായിരുന്നു. ഇതിലുള്ള പൊളിറ്റിക്കൽ പവർ എന്ത് ചെയ്യുകയാണ്, കുറയുകയാണ്. പിന്നെ എന്ത് ചെയ്യുകയാണ്, ഗ്രോത്ത് ഓഫ് നാഷണൽ ചർച്ചസ്. അപ്പോൾ ദേശീയമായിട്ടുള്ള സഭകളൊക്കെ എന്ത് ചെയ്യുകയാണ്, വളർന്നു വരാൻ തുടങ്ങുകയാണ്. ജർമ്മനിയിൽ മാർട്ടിൻ ലൂതർ കിങ്ങിൻ്റെ ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ലൂതറൻ സഭകൾ ആരംഭിക്കുകയാണ്. അതുപോലെ തന്നെ സ്വിറ്റ്സർലൻഡിലെ കാൽവിനിസ്റ്റ് ചർച്ച് ആരംഭിക്കുകയാണ്. അവിടെ റിഫർമേഷനെ നയിച്ചത് ജോൺ കാൽവിൻ ആയിരുന്നു. ഓൾറെഡി പഠിച്ചതാണല്ലോ. അതുപോലെ തന്നെ ഇംഗ്ലണ്ടിൽ ഹെൻറിയേറ്റ് രാജാവ് എന്ത് ചെയ്യുകയാണ്, ആംഗ്ലിക്കൻ സഭ ആരംഭിക്കുകയാണ്. സ്കോട്ട്ലൻഡിൽ കാൽവിൻ്റെ ആശയങ്ങളെ കടമെടുത്തുകൊണ്ട് പ്രസ്ബിറ്റേറിയൻ ചർച്ചുകൾ ആരംഭിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ റിഫർമേഷൻ്റെ ഫലമായിട്ടുണ്ടായി വന്നതാണ് ഈ ദേശീയ സഭകളൊക്കെ. നാട്ടിലേക്ക് പോകാം. കോൺട്രിബ്യൂഷൻസ് ഓഫ് റിനൈസൻസ് സയൻസ് ടു മോഡേൺ സൊസൈറ്റി. അപ്പോൾ ഈ മോഡേൺ സൊസൈറ്റിക്ക് വേണ്ടിയിട്ടുള്ള റിനൈസൻസ് സയൻസിൻ്റെ സംഭാവനകൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ കണ്ടെത്താൻ പോകുന്നത്. ഇത് നമ്മൾ കഴിഞ്ഞ റിനൈസൻസിൻ്റെ വീഡിയോയിൽ നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. ഏതൊക്കെയായിരുന്നു? ഹീലിയോസെൻട്രിക് തിയറി ബൈ നിക്കോളാസ് കോപ്പർനിക്കസ്. രണ്ടാമത് ടെലിസ്കോപ്പ് ഡിസ്കവേഴ്സ് ബൈ ദി ഗലീലിയോ ഗലീലി. മൂന്നാമത്തത് ലോ ഓഫ് ഗ്രാവിറ്റി ബൈ ഐസക് ന്യൂട്ടൺ. പിന്നെ അടുത്തത് അനാട്ടമി സ്റ്റഡീസ് ബൈ ആൻഡ്രിയാസ് വെസ്ലിയസ്. ഇത് വരുന്നത് സയൻറ്റിഫിക് മെത്തേഡ് ഡെവലപ്മെൻ്റ് ആണ്. അപ്പോൾ ഇത്രയുമാണ് പ്രധാനപ്പെട്ട വസ്തുതകൾ. അതായത് റിനൈസൻസ് സയൻസ് മോഡേൺ സൊസൈറ്റിക്ക് നൽകിയ സംഭാവന ഇത്രയുമാണ്. ഒന്നുകൂടി ഞാൻ പറയാം. സൂര്യകേന്ദ്ര സിദ്ധാന്തം ആരാണ്? കോപ്പർനിക്കസ് ആണ്. ദൂരദർശിനിയുടെ കണ്ടെത്തൽ ഗലീലിയോ ഗലീലി. ഗുരുത്വാകർഷണ നിയമം ഐസക് ന്യൂട്ടൺ. മനുഷ്യ ശരീരഘടനാ പഠനം വെസാലിയസ്. അടുത്തത് ശാസ്ത്രീയ രീതിയുടെ വികസനം. അപ്പോൾ ഇത്രയുമാണ് നിങ്ങൾ ഓർത്ത് വയ്ക്കേണ്ടത്. നമുക്ക് ചിന്തിക്കേണ്ട പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ റിഫർമേഷൻ വിഎസ് കൗണ്ടർ റിഫർമേഷൻ. റിഫർമേഷനും കൗണ്ടർ റിഫർമേഷനും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസങ്ങൾ എന്താണ്, അവ തമ്മിലുള്ള ആശയങ്ങളിലുള്ള വൈരുദ്ധ്യമൊക്കെ എന്തൊക്കെയാണെന്നുള്ളതാണ്
അവയെ തമ്മിൽ കമ്പയർ ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട്. അപ്പം ഈ ഒരു ആശയങ്ങളാണ് നമ്മളവിടെ എഴുതേണ്ടത്. പ്രധാനപ്പെട്ട വ്യത്യാസം എന്താണ്? റിഫർമേഷൻ സ്റ്റാർട്ടഡ് ബൈ പ്രൊട്ടസ്റ്റൻസ്. അപ്പോൾ പ്രൊട്ടസ്റ്റൻറ്റുകാർ സ്റ്റാർട്ട് ചെയ്ത ഒരു നവീകരണ പ്രസ്ഥാനമാണ് എന്ത്? റിഫർമേഷൻ. എന്നാൽ കൗണ്ടർ റിഫർമേഷൻ എന്ന് പറയുന്ന ആര് സ്റ്റാർട്ട് ചെയ്താണ്? സ്റ്റാർട്ടഡ് ബൈ കാത്തലിക് ചർച്ച്. അപ്പോൾ കാത്തലിക് ചർച്ച് ആരംഭിച്ച ഒരു പ്രസ്ഥാനമാണ് എന്ത്? നവീകരണ പ്രസ്ഥാനമാണ് എന്ത്? കൗണ്ടർ റിഫർമേഷൻ. മനസ്സിലായോ? റിഫർമേഷൻ പ്രസ്ഥാനം എന്ന് പറയുന്നത് ഒപ്പോസ് ദ പോപ്സസ് അതോറിറ്റി. പോപ്പിൻ്റെ അധികാരത്തെ ഒപ്പോസ് ചെയ്ത് എതിർത്തു. എന്നാൽ കൗണ്ടർ റിഫോർമേഷൻ എന്ന് പറയുന്നത് ഡിഫെൻഡഡ് ദ പോപ്സസ് അതോറിറ്റി. പോപ്പിൻ്റെ അധികാരത്തെ സംരക്ഷിക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ റിഫർമേഷൻ എന്ന് പറയുന്നത് സിംപ്ലിഫൈഡ് ദ ചർച്ച് പ്രാക്ടീസസ്. ചർച്ചിൻ്റെ ആചാര രീതികളൊക്കെ വളരെ ലളിതമാക്കി. എന്നാൽ കൗണ്ടർ റിഫർമേഷൻ എന്ന് പറയുന്നത് പഴയ ആചാരങ്ങളൊക്കെ നിലനിർത്തിയെങ്കിലും സഭയിൽ തന്നെ എന്ത് ചെയ്യുക? ശുദ്ധീകരണം ആരംഭിക്കുകയും അവർ ശക്തമായി പ്രൊട്ടസ്റ്റന്റുകാരെ എതിർക്കുകയും ചെയ്തു. ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, ഹ്യൂമാനിസം ബിക്കെയിം ദ റീസൺ ഫോർ റിഫർമേഷൻ ജസ്റ്റിഫൈഡ്. അപ്പോൾ ഹ്യൂമാനിസം എന്ന് പറയുന്ന മാനവികത എന്ന് പറയുന്നത് റിഫർമേഷൻ്റെ ഒരു കാരണമായി തീരുകയാണ്. അതെങ്ങനെയാണെന്നുള്ള വിശദീകരിക്കാനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഹ്യൂമാനിസം എംഫസൈസ് ദ ഇൻഡിവിജ്വൽ തിങ്കിങ് ആൻഡ് ക്വസ്റ്റനിങ് അതോറിറ്റി. അപ്പോൾ ഈ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഈ ഹ്യൂമാനിസം എന്ന് പറഞ്ഞത് ഒരു ക്രിട്ടിക്കൽ തിങ്കിങ്ങിനെ പ്രോത്സാഹിപ്പിക്കുന്നതായിരുന്നു. വിമർശനാത്മകമായിട്ടുള്ള ചിന്താഗതിയെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു രീതിയായിരുന്നു. എന്തിനേയും ക്വസ്റ്റ്യൻ ചെയ്യുവാൻ, അപ്പാടെ കേൾക്കുന്നത് വിഴുങ്ങാതെ അത് എന്തുകൊണ്ട് എങ്ങനെയെന്ന് തിരിച്ചു ചോദിക്കുവാനുള്ള ഒരു നൽകുന്ന ഒന്നായിരുന്നു ഇത്. സോ ഇറ്റ് എക്സ്പോസ് ദ കറപ്ഷൻ ഇൻ ദ ചർച്ച്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചർച്ചിൻ്റെ കറപ്ഷനെക്കുറിച്ച്, അഴിമതിയെക്കുറിച്ച് അതെന്ത് ചെയ്യുക? തുറന്നു കാട്ടുകയാണ്. ഈ റിഫർമേഷന് മുമ്പുള്ള കാലഘട്ടങ്ങളിൽ പാപമോചന പത്രത്തിൻ്റെ വിൽപ്പനയൊക്കെ നടത്തിയല്ലേ? അപ്പോൾ അതാരും ആദ്യമൊന്നും ചോദിക്കാൻ തയ്യാറായിരുന്നില്ല. എന്തുകൊണ്ടാണ് ഇത് വിൽക്കുന്നത്? ഇത് ചെയ്തു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കിട്ടുമോ? ഉറപ്പുണ്ടോ? ഞങ്ങൾക്ക് പാപമോചനം കിട്ടുമെന്ന് ഉറപ്പുണ്ടോ? എന്നുള്ള കാര്യങ്ങൾ തിരിച്ചു ചോദിക്കാൻ ആരും തയ്യാറായിരുന്നില്ല. മാനവികതയിൽ ഉൾക്കൊണ്ട ആശയം എന്ന് പറഞ്ഞാൽ ജനങ്ങളെ ചോദ്യം ചെയ്യാൻ പ്രേരിപ്പിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ അഴിമതി നിറഞ്ഞൊരു രീതി ഈ സഭാ നേതൃത്വം കൈക്കൊള്ളുന്നത് എന്നൊക്കെയുള്ള രീതിയിൽ ആളുകൾ ചോദിക്കാൻ തുടങ്ങുകയും അതുപോലെ തന്നെ പീപ്പിൾ സ്റ്റാർട്ടഡ് റീഡിങ് ബൈബിൾ ഇൻ ലോക്കൽ ലാംഗ്വേജ് ആൻഡ് റിയലൈസ് ദ മിസ്റ്റേക്ക് ഓഫ് ക്ലർജീസ്. അപ്പോൾ ആളുകൾക്ക് ഭാഷയിൽ ബൈബിൾ വായിക്കുവാനും ഈ പുരോഹിതന്മാരുടെ അഴിമതികളും മിസ്റ്റേക്കുകളും ഒക്കെ മനസ്സിലാക്കുവാനും അതിനെ ക്വസ്റ്റ്യൻ ചെയ്യാനും ഒക്കെ പ്രേരിപ്പിക്കുന്നതായി മാറി ഈ ഹ്യൂമാനിസത്തിൻ്റെ ഒരു ഉദയം. ഈ ഹ്യൂമാനിസം എന്ത് ചെയ്യുകയാണ്? മതപരിഷ്കരണത്തിന് കാരണമാവുകയാണ്, റിഫർമേഷനിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത്. പാർട്ട് നമ്മൾ ചിന്തിക്കാൻ പോകുന്ന ഇൻഫ്ലുവൻസ് ഓഫ് റിനൈസൻസ് ഇൻ ആർട്ട്, ലിറ്ററേച്ചർ ആൻഡ് റിലീജിയൻ. ആർട്ട്, ലിറ്ററേച്ചർ, റിലീജിയൻ എന്നീ മേഖലകളിൽ റിനൈസൻസിനുണ്ടായ ഇൻഫ്ലുവൻസ് എന്തായിരുന്നു? റിനൈസൻസിൻ്റെ ഇൻഫ്ലുവൻസ് എന്തായിരുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ ക്ലാസ്സിലൊന്ന് ഡിസ്കസ് ചെയ്തു പോയതാണ്. എന്താണ് ആർട്ടിലുണ്ടായിരുന്ന ഇൻഫ്ലുവൻസ്? ഒന്ന് ഓർത്ത് വയ്ക്കണേ. റിയാലിസം, പെർസ്പെക്റ്റീവ്സ്, ഹ്യൂമൻ ഇമോഷൻസ് ഉള്ള കാര്യങ്ങളുടെ ഒരു വിഷ്വലൈസേഷൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. അതായത് ശരീരത്തിൻ്റെ ഭാവങ്ങളുടെ യഥാർത്ഥ ചിത്രീകരണം, അതായത് ശരീരത്തിൻ്റെ പേശികൾ, അവയവങ്ങൾ എന്നിവ പോലും വളരെ വ്യക്തമായിട്ട് ചിത്രീകരിക്കുന്ന ഒരു രീതി. പെർസ്പെക്റ്റീവ്സ് വളരെ ദൃശ്യപരമായിട്ടുള്ള ആ ഒരു രീതി, എഫക്റ്റുകൾ, അതുപോലെ തന്നെ ഇമോഷൻസ്, ഹ്യൂമൻ ഇമോഷൻസ്, മനുഷ്യൻ്റെ ഭാവങ്ങൾ അതുപോലെ തന്നെ ചിത്രീകരിക്കുന്നത് നമ്മൾ കണ്ടതാണ് അല്ലേ? ഇതൊക്കെ കഴിഞ്ഞ ക്ലാസ് നമ്മളൊന്ന് പറഞ്ഞു പോയാൽ ലിയോണാർഡോ ഡാ വിഞ്ചിയുടെ ചിത്രങ്ങളിലും മൈക്കലാഞ്ചലോയുടെ ചിത്രങ്ങളിലുമൊക്കെ വളരെ വ്യക്തമായിട്ട് ഇത്തരത്തിലുള്ള രൂപഭംഗി നമുക്ക് കാണാൻ പറ്റും. ലിറ്ററേച്ചറിൻ്റെ കാര്യത്തിൽ നമുക്ക് പറയാൻ പറ്റുന്ന യൂസ് ഓഫ് റീജിയണൽ ലാംഗ്വേജസ്, അതായത് ഡാൻ്റെയുടെയും ഷേക്സ്പിയറിൻ്റെയും ഒക്കെ രചനയിൽ പ്രാദേശിക ഭാഷകളുടെ പ്രാധാന്യം വർദ്ധിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഏറ്റവും വലിയൊരു ഇൻഫ്ലുവൻസ് ഉണ്ടാകുന്നത് റിലീജിയനിലാണ്. എന്താണ്? ക്വസ്റ്റനിങ് ചർച്ച് അതോറിറ്റി. അതായത് അത് എന്തിലേക്കാണ് എത്തിക്കുന്നത്? റിഫർമേഷനിലേക്കാണ്. സഭയുടെ അധികാരത്തെ ചോദ്യം ചെയ്യുകയും അത് വലിയൊരു മതപരിഷ്കരണ പ്രസ്ഥാനത്തിലേക്ക് എത്തിക്കുകയും ചെയ്യുകയാണ്. ചിന്തിക്കാനുള്ളത് റോൾ ഇൻ റിഫർമേഷൻ. റിഫർമേഷൻ്റെ റോൾ എന്താണ്? അപ്പോൾ റിഫർമേഷൻ എന്ന് പറയുന്നത് ക്രിസ്ത്യാനിറ്റിയുടെ ചരിത്രത്തിൽ വളരെയേറെ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച ഒന്നാണ്. അപ്പോൾ എന്തൊക്കെയാണ് ഇതിന് നേതൃത്വം വഹിച്ച ആളാരായിരുന്നു? മാർട്ടിൻ ലൂതറാണ് അല്ലേ? അപ്പം അദ്ദേഹത്തിൻ്റെ 95 തീസിസിലൂടെ എന്ത് ചെയ്യുകയാണ്? ഹി ഒപ്പോസ് ദ ഇൻ്റലിജൻസസ്. അപ്പം ഈ സഭയുടെ പാപമോചന പത്രത്തിൻ്റെ വിൽപ്പനയെ അദ്ദേഹം വളരെ ശക്തമായി എതിർക്കുകയാണ്. ഇത്തരത്തിലുള്ള മതനവീകരണ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ ആളാരായിരുന്നു? ജോൺ കാൽവിനായിരുന്നു. ഓക്കെ, അപ്പോൾ ഇത് സ്വിറ്റ്സർലൻഡിൽ ഈ റിഫർമേഷനെ ബേസ് ചെയ്തിട്ടുള്ള ആശയം, പ്രൊട്ടസ്റ്റൻ്റ് ആശയം പ്രചരിപ്പിച്ചത് അദ്ദേഹമായിരുന്നു. അതുപോലെ തന്നെ നമ്മൾ ഓർത്തിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരാളാണ് ഹെൻറി VIII. അദ്ദേഹം ആരായിരുന്നു? ഇംഗ്ലണ്ടിലെ രാജാവായി. ഇംഗ്ലണ്ടിലെ ആംഗ്ലിക്കൻ സഭ സ്ഥാപിച്ചത് അദ്ദേഹമാണ്. അപ്പോൾ എന്ത് ചെയ്തു? മതനവീകരണ പ്രസ്ഥാനത്തിൻ്റെ ആശയങ്ങൾ വളരെ ശക്തമായിട്ട് ഇംഗ്ലണ്ടിൽ പ്രചരിപ്പിക്കുവാൻ അദ്ദേഹം ശ്രമിക്കുകയാണ് ഉണ്ടായത്. നിങ്ങൾ ഓർത്തിരിക്കേണ്ട പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് കൗണ്ടർ റിഫർമേഷൻ ഈസ് ഓൾസോ നോൺ ആസ് ദ കാത്തലിക് റിഫർമേഷൻ.
കൗണ്ടർ റിഫർമേഷൻ മറ്റൊരു പേരിൽ അറിയപ്പെടുന്നു. അതേതാണ്? കാത്തലിക് റിഫർമേഷൻ എന്നും അറിയപ്പെടുന്നു. മനസ്സിലായോ? Counter Reformation was the reform movement started by the Catholic Church to correct its mistake and stop the spread of Protestantism. അപ്പോൾ ഈ കൗണ്ടർ റിഫർമേഷൻ എന്തിനാണ് ആരംഭിച്ചത്? സഭയെ ശുദ്ധീകരിക്കാനും പ്രൊട്ടസ്റ്റന്റുകളെയൊക്കെ തടയുവാനും വേണ്ടിയിട്ട് ആരംഭിച്ച പ്രസ്ഥാനമായതിനാലാണ് ഇതിനെ കാത്തലിക് റിഫർമേഷൻ എന്നുകൂടി അറിയപ്പെടുന്നത്. ഇത്രയുമാണ് ഈ ഒരു റിഫർമേഷൻ എന്നുള്ള പാർട്ടിൽ നിങ്ങൾക്ക് ഓർത്തിരിക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റുകൾ. അതുപോലെ തന്നെ നിങ്ങൾ നന്നായിട്ട് ടെക്സ്റ്റ് ബുക്ക് വായിക്കുക, നന്നായിട്ട് പോയി എക്സാം എഴുതുക. മാക്സിമം നിങ്ങൾ എക്സാം അറ്റൻഡ് ചെയ്യുമ്പോൾ ഈ പോയിൻറ്റ്സുകൾ നിങ്ങൾ ഓർത്ത് വെച്ചുകൊണ്ട് അത് പോയിൻറ്റ്സ് എഴുതി അതിൻ്റെ എക്സ്പ്ലനേഷൻ എഴുതാൻ നിങ്ങൾ ശ്രമിക്കുക. എസ്സേസ്, പ്രത്യേകിച്ച് എസ്സേ പാർട്ടുകളിലൊക്കെ കേട്ടോ. ചാപ്റ്റർ നമ്മൾ ചെയ്യാൻ പോകുന്നത് അടുത്ത അധ്യായം ലിബർട്ടി, ഇക്വാലിറ്റി ആൻഡ് ഫ്രെറ്റേണിറ്റി എന്നുള്ള ഒരു അധ്യായമാണ്. അതിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫ്രഞ്ച് റെവല്യൂഷനെ കുറിച്ചിട്ടാണ്. അപ്പം നിങ്ങൾ നന്നായിട്ട് വീഡിയോ പ്രയോജനപ്പെട്ടുവെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസായിട്ട് എനിക്ക് രേഖപ്പെടുത്തണം. ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ സ്റ്റഡീസ് ആൻഡ് താങ്ക് യു.